സമകാലിക ഇന്ത്യൻ ഇംഗ്ലീഷ് കവിതയിൽ സരളവും വ്യത്യസ്തവുമായ ഒരു അവതരണ ശൈലിയിലൂടെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഒരു യുവകവിയാണ് മധു രാഘവേന്ദ്ര. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ മേക്ക് മീ സം ലവ് ടു ഈറ്റ്, ബീയിങ് നോൺ എസെൻഷ്യൽ, സ്റ്റിക്ക് നോ ബിൽസ് എന്നിവയാണ്. അദ്ദേഹം ഒരു കവി മാത്രമല്ല, ഒരു ആർട്ട് ക്യൂറേറ്ററും ആക്ടിവിസ്റ്റും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ആർട്ടിസ്റ്റ് എന്നുള്ള കവിതയാണ് ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് കവിത വായിച്ചതിന് ശേഷം അതിന്റെ മലയാളം വിവർത്തനം കൂടി വായിക്കാം. ആർട്ടിസ്റ്റ്. I don't mind being the non-essential. I don't mind being the non-essential. Even a child takes its mother for granted. It does not run back to its mother until it's hurt. Nobody first thinks of water when they arrive at an exquisite dinner party until they are choking. I don't mind being the non-essential, knowing you will come looking when things are broken and nothing else works. Art is non-essential until it is not. അതിന്റെ മലയാളം പരിഭാഷ വായിക്കാം. കലാകാരൻ. അത്രയൊന്നും പ്രാധാന്യമുള്ള ഒരാളല്ലാത്തതിൽ എനിക്കൊട്ടും പരിഭവമില്ല. അത്രയൊന്നും പ്രാധാന്യമുള്ള ഒരാളല്ലാത്തതിൽ എനിക്കൊട്ടും പരിഭവമില്ല. എന്തെങ്കിലും പറ്റുന്നതുവരെ അമ്മയുടെ വില കുഞ്ഞറിയുന്നില്ലല്ലോ. വെറുതെയെങ്കിലും അമ്മയുടെ അടുത്തേക്ക് ഓടി വരാറില്ലല്ലോ. ഒരു ആഡംബര വിരുന്നിനെത്തുമ്പോൾ വെള്ളത്തെക്കുറിച്ച് ആദ്യം ആരും ചിന്തിക്കാറില്ല, തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങുന്നതുവരെ. അത്രയൊന്നും പ്രാധാന്യമുള്ള ഒരാളല്ലാത്തതിൽ എനിക്കൊട്ടും പരിഭവമില്ല. കാരണം എനിക്കറിയാം, എല്ലാം നാനാവിധമാകുമ്പോൾ, മറ്റൊന്നും തുണയാകാതിരിക്കുമ്പോൾ നീ എന്നെ തേടി വരുന്നു. അനിവാര്യമാകുന്നതുവരെ കല അത്ര പ്രാധാന്യമുള്ളതല്ല. നന്ദി.